വീണ്ടും നമ്മൾ ശബരിമല സ്വർണ്ണ കവർച്ചയിലെ വാർത്തയിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു പേര് ശങ്കരദാസ്, KP ശങ്കരദാസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന ചോദ്യം ഹൈക്കോടതി ഉയർത്തിയിരുന്നു. പിന്നാലെ SITക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു, ആശുപത്രിയിൽ പോയി അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. സ്വാഭാവികമായും ശങ്കരദാസ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെയെങ്കിൽ ഇനി എന്താണ്? സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് എന്ന് കേൾക്കുന്നതല്ല, സർക്കാരും CPM ഒക്കെ പ്രതിരോധത്തിലാണ്. സ്വർണ്ണക്കവർച്ച കേസിലെ ശങ്കരദാസിന്റെ പങ്ക് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ ഇറങ്ങുകയാണ് SIT. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നത്. ശാലിനി, എന്താണ് ശങ്കരദാസിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണ വഴി ഇനി SITക്ക് മുന്നിൽ? ശാലിനി, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തു, അതിന് ഹൈക്കോടതി വേണ്ടി വന്നു. ഹൈക്കോടതി ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഹൈക്കോടതി ഉയർത്തിയപ്പോഴാണ് അവിടേക്ക് പോയി അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഹൈക്കോടതി കഴുത്തിന് പിടിക്കുമ്പോഴൊക്കെയും SIT ഉണരുന്നു, അല്ലാത്ത സമയത്ത് അങ്ങനെയല്ലാതെ ഒളിച്ചു കളിക്കുന്നു. ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നത് CPM സർക്കാരുമല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഹൈക്കോടതി നിയോഗിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘം, ആ അന്വേഷണ സംഘം തന്നെ വേണ്ടി വന്നു ഇടയ്ക്കിടയ്ക്ക് ഒരു കമാൻഡിംഗ് പവറോടുകൂടി സംസാരിക്കാൻ, ഇത്തരത്തിലുള്ള അറസ്റ്റിലേക്ക്, അന്വേഷണത്തിലേക്ക് SIT കടക്കാൻ എന്നുള്ളതാണ് നമുക്ക് ഈ അറസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന KP ശങ്കരദാസ് എന്ന CPIയുടെ പ്രിയപ്പെട്ട നേതാവ്, മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരൻ, ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗം, അതിലുപരി ശബരിമലയിലെ സ്പെഷ്യൽ തഹസീൽദാർ ആയിരുന്ന KP ശങ്കരദാസിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കോടതിയിൽ രേഖാമൂലം ഇതിന്റെ വിശദാംശങ്ങൾ അറിയിച്ചതിന് ശേഷമായിരുന്നു അന്വേഷണ സംഘം SP ശശിധരൻ ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത്. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റ് നേരിട്ടെത്തി അറസ്റ്റ് നിർണായകമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി എങ്കിൽ പോലും ആശുപത്രിവാസം തുടരുകയാണ് KP ശങ്കരദാസ്. ഒരുപക്ഷെ ഇന്നോ നാളെയോ കൂടി ഇതിന്റെ മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. അതായത് റിമാൻഡ് റിപ്പോർട്ട് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിലെ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് SIT സംഘം ഒരുങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു അറസ്റ്റോടുകൂടി സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് മുഖം രക്ഷിക്കാനുള്ള നടപടികൾ, മറുഭാഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി, അതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രതിഫലിക്കാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ തുടരുമ്പോഴാണ് സർക്കാരിന് വെള്ളിടി വീണതുപോലെ ഇത്തരത്തിലുള്ള അറസ്റ്റ് SITയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതായത് ശബരിമലയിൽ നിന്നും സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് എത്തുന്നതിന് മുൻപ് ആ സ്വർണം കൈമാറാനുള്ള നിർണായകമായിട്ടുള്ള യോഗങ്ങളിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് KP ശങ്കരദാസ്. ഒപ്പം തന്നെ ആ മിനിറ്റ്സിൽ ഒപ്പുവെച്ചൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല, കൂടുതൽ ചോദ്യം ചെയ്യുന്നില്ല എന്നതടക്കമുള്ള നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ SITക്ക് മുൻപിൽ വിമർശനമായി തന്നെ പല ഘട്ടങ്ങളിലും ഹൈക്കോടതി ചോദിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ അറസ്റ്റ് നിർണായകമാണ്. ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വരും മണിക്കൂറിൽ ഉണ്ടാകും. ഏതൊക്കെ തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഈ സ്വർണ്ണ കവർച്ചയിൽ ശങ്കരദാസ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും പോലീസ് ബുദ്ധിയാണോ എന്നതറിയില്ല എങ്കിൽ പോലും KP ശങ്കരദാസിന്റെ മകന്റെ ബുദ്ധിയാണോ ഈ ഒരു ആശുപത്രിവാസം എന്നതടക്കമുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ മറുഭാഗത്ത് വിമർശനമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു അറസ്റ്റോടുകൂടി സർക്കാർ പ്രതിരോധത്തിലായിട്ടുണ്ട്, CPIയും CPMും പ്രതിരോധത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾ, ആ ചോദ്യമുനകൾ, ഒപ്പം തന്നെ അന്വേഷണ മുനകൾ അതിനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇനിയിപ്പോൾ അടുത്ത ആ ഒരു പ്രതി പട്ടികയിൽ അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ഇനി അടുത്ത ആളായിട്ടുള്ളത് കടകംപള്ളി സുരേന്ദ്രനാണ്. നിലവിൽ 11ാം പ്രതിയായിട്ടാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് KP ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇനിയിപ്പോൾ KP ശങ്കരദാസിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ആ അന്വേഷണ മുന കടകംപള്ളി സുരേന്ദ്രനിലേക്ക്, മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ എത്തുകയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും. പ്രത്യേകിച്ച് KP ശങ്കരദാസ് ഒക്കെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരിക്കുന്ന കാലയളവിൽ തന്നെയാണ്
കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്നത്. ഒപ്പം തന്നെ പത്മകുമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭ്യമായ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് KP ശങ്കരദാസിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ചെറിയ മീനുകളല്ല, വലിയ മീനുകൾ തന്നെയാണ്. അത് SITയുടെ വലയിലാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ഘട്ടങ്ങളിലും മെല്ലെപ്പോക്ക് തുടരുമ്പോൾ ചെവിക്ക് പിടിച്ചുകൊണ്ട് SIT അവിടെ ഹൈക്കോടതി ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ആ അറസ്റ്റിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ, ഒപ്പം തന്നെ CPM CPI കേന്ദ്രങ്ങൾ എന്നുള്ളതാണ് നമുക്ക് KP ശങ്കരദാസിന്റെ അറസ്റ്റോട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം KP ശങ്കരദാസിന്റേത് നൽകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ കോടതിയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും. ശരി ശാലിനി, ഏതായാലും ശങ്കരദാസിനെ പിടികൂടി. അതൊരു പരിധിവരെ CPM-നും സർക്കാരിനും ഒക്കെ വലിയ തിരിച്ചടിയാകുന്നുണ്ട്. പത്മകുമാറും എൻ വാസുവും അഴിക്കുള്ളിൽ പക്ഷെ സാധ്യത വളരെ കുറവാണ്. ഹൈക്കോടതി ശ്രമിക്കണം, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ വരിക തന്നെ വേണം. ED ഇവിടെ ഉണ്ട്, എവിടെ എത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.